ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ കൺവേർജൻസ് ടു IFRS എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സ്റ്റാൻഡേർഡ് വൈസ് ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ, അതിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 വരെയുള്ള ഡിഫറൻസുകളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റാൻഡേർഡ് വൈസ് ഡിഫറൻസ് ബിറ്റ്വീൻ IFRS ഓർ IAS ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് IFRS അല്ലെങ്കിൽ IAS 1, അതേപോലെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ഇവ രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് ആണ്, ഇൻ ദി കേസ് ഓഫ് IFRS ഓർ IAS 1 there is an option to follow single statement or two statement to prepare profitless account. profitless account പ്രിപ്പയർ ചെയ്യാൻ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെൻറ്റോ എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ സാധിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇറ്റ് അലോസ് ഓൺലി സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് അപ്രോച്ച്. അത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് അപ്രോച്ച് മാത്രമേ അലോസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഡിഫറൻറ്റ് വരുന്നത്. The next second one based on the terminology used. Okay, in the case of IFRS and IAS, statement of financial position and statement of profitless account and other comprehensive income is used. IFRSലും IASലും യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനും അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്ലെസ് അക്കൗണ്ട് ആൻഡ് അതർ കോംപ്രഹെൻസീവ് ഇൻകവുമാണ് ടെർമിനോളജി വരുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്ലെസ് അക്കൗണ്ടും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ഡിഫറൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് തേർഡ് ഡിഫറൻറ്റ്, ഇൻ ദി കേസ് ഓഫ് IFRS ആൻഡ് IAS 1 പെർമിറ്റ്സ് ദി പ്രയോറിറ്റി ഓഫ് 52 വീക്സ് ഫോർ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരു 52 വീക്ക് എന്ത് ചെയ്യുന്നു, പെർമിറ്റ് ചെയ്യുന്നു. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് സോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ, expenses classifies on the basis of either by nature or by their function. എക്സ്പെൻസിനെ നേച്ചർ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെ ഫംഗ്ഷൻ ബേസ് ചെയ്തുകൊണ്ടോ ക്ലാസിഫൈ ചെയ്യുന്നു. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓൺലി നേച്ചർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസ് ആർ അലൗഡ്. ഓക്കെ, നെക്സ്റ്റ് അഞ്ചാമത്തത്, ഇൻ ദി കേസ് ഓഫ് IFRS അല്ലെങ്കിൽ IAS 1 includes statement showing changes in equity. statement of changes in equity എന്ത് ചെയ്യുന്നു, നമ്മൾ കാണിക്കുന്നു. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇതാണ് IFRS 1 അല്ലെങ്കിൽ IAS 1ഉം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമതായിട്ട് വരേണ്ടത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 അതേപോലെ തന്നെ IFRS IAS 2 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇൻ ദി കേസ് ഓഫ് IFRS 2 ആൻഡ് IAS 2 ആൻഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 there is no significant difference between them. ഓക്കെ, അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നില്ല, അവ തമ്മിൽ എന്തില്ല, പ്രത്യേകമായിട്ടുള്ള ഡിഫറൻസുകളില്ല. നെക്സ്റ്റ് IFRS അല്ലെങ്കിൽ IAS 7, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത്, ഒന്നാമത്തത്, there is an option to classify interest paid and dividend received as item of operating cash flow. അതായത് IFRS അല്ലെങ്കിൽ IAS 7 പ്രകാരം ഇൻട്രസ്റ്റ് പെയ്ഡിനെയും ഡിവിഡൻഡ് റിസീവ്ഡിനെയും ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രകാരം ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് സച്ച് ഓപ്ഷൻ. അങ്ങനെ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ടും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് IFRSൻ്റെ കേസിൽ there is an option to classify dividend paid as operating activity. ഡിവിഡൻഡ് പെയ്ഡിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലോ അത് ഫിനാൻസിങ് ആക്ടിവിറ്റി ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഡിസ്ക്ലോസർ ഓഫ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം. ഇവിടെ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്ക്ലോസർ ചെയ്യണമെന്നില്ല. എന്നാൽ ഇൻ ദി കേസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഷോ ദി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ്. ദെൻ നെക്സ്റ്റ് നാലാമത്തത്, നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാങ്ക് ബോറോയിങ്സ് ആൻഡ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ബോറോയിങ്സും ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കേസിലോ ഇറ്റ് മേക്സ് സോ. ഓക്കെ, ഇതാണ് ഡിഫറൻസ് വരുന്നത് IFRS IAS 7ഉം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7ഉം തമ്മിൽ. ഓക്കെ, then next we are discussing the difference between IAS 10 and Indian Accounting Standard 10, that is IFRS and IAS 10 then Indian Accounting Standard 10. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ വരുന്നത് IFRSൻ്റെ അല്ലെങ്കിൽ IASൻ്റെ കേസിൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ശേഷം വരുന്ന
പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്താണ്? നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. അതൊരു നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണ്. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻറ്റ്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിനെ എടുക്കുന്നത്. ഇതാണ് ഡിഫറൻസ് വരുന്നത്. ദെൻ രണ്ടാമത്തെ ഡിഫറൻറ്റ് വരുന്നത് എൻറ്റിറ്റി ഷാൾ ഡിസ്ക്ലോസ് ദി ഡേറ്റ് വെൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വർ ഓതറൈസ്ഡ് ഫോർ ഇഷ്യൂ. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ഡേറ്റ് ഏതാണെന്ന് എന്ത് ചെയ്യണം? ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യണം. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ദർ ഈസ് നോ സച്ച് റിക്വയർമെൻറ്റ്. ഈ രണ്ട് ഡിഫറൻസുകളാണ് ഇവിടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10ഉം IAS 10ഉം അല്ലെങ്കിൽ IFRS 10ഉം തമ്മിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് IFRS അല്ലെങ്കിൽ IAS 11ഉം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 11ഉമാണ്. There is no significant difference between them, but in the case of IFRS IAS 11, it does not deal with accounting for construction of contract in respect of real estate. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന കോൺട്രാക്റ്റിൻ്റെ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നില്ല? ഡീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്? ഇറ്റ് ഡെൽറ്റ് വിത്ത് ദി സച്ച് അക്കൗണ്ടിങ്. ഓക്കെ, ഇതാണ് ഇവ തമ്മിലുള്ളൊരു ഡിഫറൻസ് വരുന്നത്. നെക്സ്റ്റ് IFRS IAS 12, അതേപോലെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12, ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ വരുന്നത് ബേസ്ഡ് ഓൺ ദി ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി മെത്തേഡാണ് IFRS അല്ലെങ്കിൽ IAS 12 വരുന്നത്. ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ബേസ്ഡ് ഓൺ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ലാബിലിറ്റി മെത്തേഡാണ്. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻറ്റ് വരുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത് ഇറ്റ് റിക്വയർസ് ന്യൂമറിക്കൽ റീകൺസിലേഷൻ ബിറ്റ്വീൻ ടാക്സ് എക്സ്പെൻസസ് ആൻഡ് പ്രീ ടാക്സ് അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ സോ. മൂന്നാമത്തെ ഡിഫറൻറ്റ് വരുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കേസിൽ ഡെഫേർഡ് ടാക്സ് അസറ്റും അതേപോലെ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റീസും നമ്മൾ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യും? അതിനെ ഡിസ്ക്ലോസ് ചെയ്യും. എന്നാൽ ഇവിടെ IFRSലോ ഇറ്റ് ട്രീറ്റഡ് ആസ് നോൺ കറണ്ട് അസറ്റ്. അതിനെ നോൺ കറണ്ട് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് IAS 12ഉം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഫറൻസ് പറയുന്ന സമയത്ത് ചില സ്റ്റാൻഡേർഡുകളെ ഡിഫറൻസുകൾ പറഞ്ഞിട്ടില്ല. അത് ഒന്നുകിൽ എന്താണ്? റീപ്ലേസ് ചെയ്തതാവാം, അല്ലെങ്കിൽ നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ആവാം. അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ലാത്തതാണ് ഒന്ന് പറയാത്തത്, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് 12 വരെ ഡിസ്കസ് ചെയ്തു. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്